ബീഹാർ ഉപമുഖ്യമന്ത്രിയെ തടയുകയും ചെരിപ്പറിയുകയും ചെയ്ത ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്രയിലാണ്. കിലോമീറ്ററുകളോളം ഈ ദുർഘടമായ പാത കടന്നു വേണം ഹുഡിയാടി എന്ന ഗ്രാമത്തിലെത്താൻ. 20 വർഷമായി MLA ആയിരിക്കുന്ന ഈ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തിലെ ആളുകൾ MLAയെ തടയണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. ആ കാരണം അന്വേഷിച്ചുള്ള യാത്രയാണ്. പത്ത് കിലോമീറ്ററോളം കുണ്ടും കുഴിയും നിറഞ്ഞ മൺപാത താണ്ടിയാണ് ഹുഡിയാടി എന്ന ബീഹാർ ഗ്രാമത്തിൽ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വെച്ചാണ് വിജയ് കുമാർ സിൻഹ എന്ന ഉപമുഖ്യമന്ത്രിയെ നാട്ടുകാർ തടയുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. പിന്നീട് വലിയ സംഭവമായി മാറുകയും ചെയ്തു. ഉസ് ദിൻ ക്യാ ഹോഗാ ബതായിए. उस दिन कुछ नहीं हुआ था, खाली कीचड़ जो फेंका गया था, रोड का विरोध और नली का विरोध किया गया. सिर्फ खाली विरोध? जी, खाली विरोध किया गया था. അന്ന് കല്ലുകൾ എറിഞ്ഞു, ചെരുപ്പെറിഞ്ഞു എന്നൊക്കെയായിരുന്നു അന്നത്തെ പരാതി. തന്നെ ആക്രമിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ തങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. കിസ്ക ബാരെ വിരോധ് കിയാ? विजय सिन्हा के बारे में विरोध और रोड के बारे में विरोध किया गया. बस रोड और नाली के बारे में विरोध किया गया. और उस दिन के बारे में पूरा हिस्टोरी एकदम सही अगर बनाइए तो फिर हम बता सकते हैं. विजय सिन्हा ने पहुंचे बूथ पर स्कूल गए, 5 मिनट समय बूथ पर दिए और उसके बाद 5 मिनट समय देते हुए अंदर से निकले. क्या बोले कि राजद के गुंडों ने यहाँ जादव गांव में ऐसी फैला के रखा है, पूरा हमला फैला के रखा है, मतलब गुंडपनी की कर रहा है. मतलब ये सब बात बोलना चाहिए. निकलना था बूथ पर, उनको चले गए. मेरे सवाल है, कोई सुविधा नहीं है? हाँ, सुविधा नहीं है. रोड का सुविधा लिए उसको विरोध किए हैं बस. और कोई बात, रोड और नाली और कोई उसी लिए विरोध किया गया और कोई बात नहीं. 5 साल यहाँ 20 साल यहाँ देखने के लिए नहीं आया है. ഇവിടെ മലിനജലം ഒഴുക്കിക്കളയാനൊന്നും കൃത്യമായ സംവിധാനങ്ങളില്ല. കാണാൻ കഴിയും വീടുകളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഒരു സിമന്റിന്റെ ഒരു ടാങ്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്ക് മലിനജലം വീഴും. പിന്നീട് അതൊരു പൈപ്പ് വഴി അടുത്തുള്ള പാടത്തേക്ക് വിടുന്നതാണ് ഇവിടെയുള്ള രീതി. അതുകൊണ്ട് ഒരു സംവിധാനം എങ്ങനെയെങ്കിലും നമുക്ക് തരണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആവശ്യം. വീടുകളുടെയൊക്കെ മുകളിൽ കാണാം കുമ്പളമൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരുന്നതാണ്. ഏതായാലും ഇവരുടെയൊക്കെ ആവശ്യം ന്യായമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത്. MLAയെ തടഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. देखिए ना, ये हम लोग वोट देते हैं और जो जीते हुए हैं 20 साल से जीते हुए हैं और हम लोग विरोध किए हैं तो वो बोला कि ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയുടെ ഒരു ഈ റിക്ഷ വരുന്നുണ്ട്. ഏതായാലും ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ആളുകൾക്ക് നടക്കാനോ വാഹനങ്ങൾക്ക് പോകാനോ കഴിയാത്ത സാഹചര്യമാണ്. 20 साल में एक काम भी नहीं किया और हम लोग विरोध किए तो बोला कि छाती पर बुलडोजर चला देंगे. ഇവിടെ മലിനജലം പോകാനൊന്നും സൗകര്യമില്ല. അതുകൊണ്ട് മലിനജലമൊക്കെ ഒഴുകി ഇതിൽ റോഡിലേക്കൊക്കെ ഇറങ്ങുന്നതാണ് സ്ഥിതി. വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണ് നമ്മൾ ഈ കാണുന്നത്. ഹുഡിയാടി ഗ്രാമത്തിന് സമീപത്തുള്ള ഒരു തടാകത്തിന്റെ ഭാഗമാണ്. അതിന്റെ കരയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ ഒരു മൂലയിലേക്ക് നോക്കിയാൽ 2 പലകയിട്ടൊരു പാലം കാണാം. നേരത്തെ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നതാണ്. അത് മഴയത്ത് തകർന്നുപോയി. പിന്നീട് പാലം നിർമ്മിക്കാൻ ഇവർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പാലം ഇതുവരെ അവിടെ വന്നിട്ടില്ല. ഇതിന് വശത്തുകൂടി നടന്നു പോകുന്ന ആളുകളെ കാണാം. അവിടെയൊക്കെ ട്രാക്ടർ പോയിരുന്ന വഴിയാണ്. പക്ഷേ ഇപ്പോൾ ഇത് മണ്ണിടിഞ്ഞ് ഒരാൾക്ക് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പറയുന്നത്. പാടങ്ങളിലേക്ക് ട്രാക്ടർ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല ആളുകളും ട്രാക്ടറും ഒക്കെ ഇതിലേക്ക് വീണിച്ചുമുണ്ട്. അതുകൊണ്ട് ഒരു ചുറ്റുമതിൽ വേണം എന്ന വർഷങ്ങളായ ആവശ്യമുണ്ട്. അവിടെ ഒരു റോഡ് പണിയണം, ഒരു പാലം വേണം എന്നുള്ള ആവശ്യമൊക്കെ ഇവർ വർഷങ്ങളായി ഉന്നയിക്കുന്നതാണ്. ഇവർ തന്നെ പറയുന്നുണ്ട് ये पुल चाहिए. आप किसी को पूछा क्या? जिसको वोट दे रहे थे वो तो वो वादा किए कि इस पुल बनने का इस गांव में सब कुछ देंगे, रोड देंगे, नली देंगे, और उसके बाद जीत कर गए और कुछ भी नहीं किए. अब हर बार विजय सिन्हा जी जब से जीत के गए एक बार भी यहाँ नहीं आए. वोट भी मांगने के लिए यहाँ नहीं आए क्योंकि उनको डर था कि इस गांव में जो हम वादा करके गए हैं वो पूरा नहीं किए, इसलिए वोट मांगने के लिए नहीं गए. और इलेक्शन के दिन जब चुनाव था उस दिन वो पहुंचते हैं तो विरोध कर दिया जनता लोग. ये पुल एक दीवार भी चाहिए.
हाँ ये जो है ना ये तालाब, इसमें सुरक्षा दीवार चाहिए यहाँ से वहाँ तक ले, क्योंकि सुरक्षा। पहले 4 व्हीलर चला। हाँ पहले इसमें 4 चक्का का गाड़ी इसमें चलता था, अब इसमें चलना बंद हो गया। 3 साल 4 साल से उधर 4 चक्का गाड़ी नहीं जाता। हम लोग ट्रैक्टर खेत जो खेती करने के लिए जाते हैं उसमें हम लोग अपना खेत में हिला करके जाते हैं, फसल बोया रहता है उसमें हिला करके खेत ट्रैक्टर जाता है। जिसे मोदी सरकार बोलते हैं कि हम लोग हिंदू का पूजा अच्छा से मनाते हैं, छठ पूजा बिहार में मनाता है, उसको सलाम करते हैं, लेकिन हम लोग पूजा करते हैं तो इसमें हेल कर करते हैं, तो घाट रहता तो नहीं अच्छा रहता है। उनको तो देना चाहिए, घाट है सही नहीं है तो हम लोग इसमें हेल कर पूजा करते हैं। ये जो है ना लगभग 300 का बस्ती है, समझे ना। 300 का बस्തിയാ 300 വീടുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ ചട്ട് പൂജയ്ക്ക് ഇവിടെ ഒരു സൗകര്യം കൊടുത്തില്ല. മോദി ഒരുപാട് പറയുന്നുണ്ടല്ലോ ചട്ട് പൂജയെ പറ്റി, പക്ഷെ ഇവിടെ ഒരു ഘട്ട് നിർമ്മിക്കാൻ മോദിക്കോ ഇവിടുത്തെ അധികാരികൾക്കും കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. 20 വർഷമായി BJP അധികാരത്തിലുള്ള ഒരു മണ്ഡലമാണിത് എന്നുകൂടിയാണ് അവർ പറയുന്നത്. बस्ती में तो आप देखे ही होंगे और कैमरा घुमा करके पूरे बस्ती को देख लीजिए। रोड के थ्रू आप आए होंगे तो रोड तो देख लिए होंगे, लेकिन थोड़ा सा एक बार आपसे रिक्वेस्ट है कि आप गली में भी घूम करके कैमरा चला करके देख लीजिए, कहने की जरूरत ही नहीं पड़ेगा। ഒരു സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, ഗല്ലികളിലൂടെ നടന്നാൽ തന്നെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാവും എന്നാണ് ഇവർ പറയുന്നത്. ഈ ഗ്രാമത്തിൽ 2 ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ജയ്മ ശെരാവാലി എന്നിങ്ങനെ മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിലത് പോലൊന്നുമല്ല, അകത്തൊക്കെ നോക്കിയാൽ അറിയാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയ ഗേറ്റ്, അതിനുള്ളിൽ പലകകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അവിടെയാണ് ആളുകൾ പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കുമൊക്കെ എത്തുന്നത്. അതൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരാളും ഇവിടെ ഉണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ. ഇങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട് എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇവരോട് മറ്റു കാര്യങ്ങൾ കൂടി ചോദിക്കുമ്പോൾ ഈ अस्पताल का व्यवस्था है? अस्पताल का व्यवस्था यहाँ नहीं है, नहीं है। और ये पूजा का स्थल है, देख रहे हैं किस तरह से जर्जर हुआ है, जर्जर पड़ा। अस्पताल कितने दूर है यहाँ से, कैसे जा? अस्पताल यहाँ से 10 किलोमीटर, मतलब जब बारिश होती है तो कंधा पे लोग ले जाता है, यहाँ रोड का स्थिति नहीं है। മഴയൊക്കെ പെയ്താൽ പിന്നെ ആളുകൾ എടുത്തുകൊണ്ട് പോവാ. 10 കിലോമീറ്റർ ദൂരം. ये 10 किलोमीटर आप पैदल चले? हाँ 10 किलोमीटर 10 किलोमीटर पैदल जाना है। एम्बुलेंस नहीं आता है? नहीं, वो बस में बांध के ले जाता है, फिर खाटिया बांधता, खाटिया चरपाई होता है ना, उस पे ले जाता है। ആംബുലൻസ് नहीं आता है? एम्बुलेंस आने का सुविधा नहीं, रोड है नहीं सही। ആംബുലൻസ് വരില്ല. ആളുകളെ ഈ കട്ടിലേക്ക് കിടത്തി കൊണ്ടുപോവുകയാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. ഇത് ശരിയാണ്, കാരണം നമ്മൾ വന്ന വഴി തന്നെ കണ്ടല്ലോ, അത്രയ്ക്ക് മോശപ്പെട്ട വഴിയാണ്. ഈ സ്കൂൾ का सुव्यवस्था है क्या? स्कूल का व्यवस्था भी वैसा ही है, मतलब अच्छा नहीं है, ठीक ढंग से नहीं है। इसलिए आधा लोग नहीं जाते. आधा लोग नहीं जाता, बच्चे ऐसे ही पड़े रहते हैं, पूरा सुविधा नहीं है। സ്കൂളിലും സൗകര്യമൊന്നുമില്ല. അപ്പം പകുതി കുട്ടികളും സ്കൂളിലൊന്നും പോകുന്നില്ല എന്നാണ് പറയുന്നത്. നാം क्या आपका? आर्यन कुमार। आर्यन कुमार, क्या है बताइए. ठीक है, हाँ, क्या होना चाहिए इस गाँव में? इस गांव में रोड का सुविधा चाहिए, और इस गांव में रोड का सुविधा चाहिए, और റോഡാണ് ഏറ്റവും വേണ്ടത്. फिर हॉस्पिटल, हॉस्पिटल। और स्कूल अच्छा चाहिए। स्कूल मतलब किस तरह चाहिए? स्कूल अच्छा चाहिए, मिडिल स्कूल चाहिए, और मिडिल स्कूल इस गाँव में नहीं, नहीं है। हाई स्कूल इല്ല. कितने तक है? 5 तक, 5 तक है. सिर्फ 5 तक। सिर्फ ऊपर है तो ऊपर दूर जाना पड़ता है, फिर പിന്നീട് കുറച്ച് കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്ത് വേണം പോകാൻ എന്നാണ് പറയുന്നത്. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ എന്താകും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത്. ഇവരൊക്കെ പിന്നീട് കൃഷിപ്പണിയും മറ്റ് പുറത്തൊക്കെ ജോലി ചെയ്തുമൊക്കെ ജീവിതം നയിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ബീഹാറിലെ പൊതുവിലെ കാലാവസ്ഥ. ഇവിടുത്തെ വീടുകളുടെയൊക്കെ സ്ഥിതി പരിതാപകരമാണ്. ഗൃഹഹാലത്ത് घर के हालत है कि 5 गो बाल बच्चा रह के व्यवस्था नहीं है, कोई चीज के ठिकाना नहीं है, घर नहीं दिया है, द्वार नहीं दिया है, रोड। कितने लोग हाँ, हम सब 10 लोग हैं। लोग का रहना सुविधा नहीं, कुछ नहीं है सुविधा, ऐसी है। देखिए जाके करके 10 പേര് താമസിക്കുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. 10 लोग रहते हैं. हाँ 10 गो है, बलग है, 4 गो हिस्सेदार है, चारों बलग है, 10 गो बाल बच्चा, 5 गो लड़की है, 1 लड़का है, कैसे व्यवस्था करेंगे? कोई चीज की व्यवस्था नहीं है। देखिए तो घर में हालत नहीं है, घर के इधर से इधर उधर होता है। और गरीब आदमी है, मजगार नहीं है, कुछ को न कहीं कुछ के ठिकाना है, नहीं रोजगार दिए। छत देखिए करके ठेका है, അതിന്റെ മേൽക്കൂര ഷീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. कुछ नहीं है एकदम से। अब 5 गो बारिश के टाइम गिरे चूता है, चूता है, रह के व्यवस्था पर। पानी गिरेगा. हाँ पानी गिर रहा है। മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളമൊക്കെ വീഴുന്ന രൂപത്തിലുള്ള വീടുകളാണ്. പക്ഷെ ഇത് ചുടുകട്ട കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം.
ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഓരോ വീടുകളുടെയും അവസ്ഥ എന്നിവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂൾ. 5ാം ക്ലാസ് വരെയാണ് പഠനമുള്ളത് എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു വശത്തുള്ളൊരു കെട്ടിടമാണ്. ഇതിന്റെ കമ്പിയൊക്കെ ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട്. ബീഹാറിലെയൊക്കെ സ്ഥിതിയാണ്. ഇതിപ്പോ നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ നമ്മൾ എല്ലാ കെട്ടിടങ്ങളും ഒക്കെ അന്ന് പരിശോധിച്ചിരുന്നു സർക്കാർ. ഇതിന്റെയൊക്കെ അവസ്ഥ നോക്കി ഏത് സമയവും ഇത് ഇടിഞ്ഞു വീഴാം എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. ഇവിടെയാണ് ഒന്ന് അകത്തേക്ക് വന്നാൽ ഇവിടെയാണ് പാചകം ചെയ്യുന്ന മുറി. പാചകം ചെയ്ത് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്ന മുറി എന്നാണ് ഇവിടെ എത്തിയപ്പോൾ ഈ കുട്ടികൾ പറയുന്നത്. അയ്യേ ബാത്റൂം ഹേ കഹാ പേ ये बाथरूम ये भी है, पहले ही था फिर वो है बना है थोड़ा। हाँ, इसमें अभी क्या है? ये अभी कुछ नहीं है। हाँ। इसमें भी तो कोई टॉयलेट करने आता है। हाँ, आता है अभी? हाँ हाँ आता है सभी में। पूरा बंद रहता है, ताला लगा हुआ रहता है पूरा टाइम? हाँ। हर रोज ताला लगा है, अंदर नहीं जा सकते आप लोग? हम्म, स्कूल टाइम भी नहीं जाए? सब बंद। പുതിയതൊന്ന് നിർമ്മിച്ചു, പക്ഷെ അത് മുഴുവൻ ഈ പൂട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊന്ന് കാണിച്ചാൽ ഇവിടെയാണ് കുട്ടികൾ വന്ന് മൂത്രം ഒഴിക്കേണ്ടത്. ഇതിന്റെ ഐഡിയ അവസ്ഥ വളരെ മോശമാണ്. പുതിയ നയാ ബാത്റൂം ബനാ ഹുവാ ഹൈ ലേക്കിൻ താല ലഗാ ദേ. हाँ क्या ताला लगा हुआ है। है? हाँ नहीं जा सकते? नहीं जा सकता, ताला लगा हुआ। बना हुआ उसमें जाने के लिए किसी को नहीं देता। बच्चा बुतरू नहीं देता है? नहीं। इसमें आके तो बच्चा को अगर पेशाब लगेगा तो हर बच्चा इसमें आता है, वो लगा हुआ रहता है हमेशा। नया वाला नहीं, पुराना वाला में जाता है. हाँ, पुराना वाला में जाता है बच्चा, नया बंद रहता है ताला। ഇവിടെയും ചെറിയൊരു ഇതുണ്ട്, അതും ഒരു മൂത്രപ്പുരയാണ്. പക്ഷേ ഇതൊക്കെ തകർന്ന് കിടക്കാണ്. ഇവിടെയാണ് കുട്ടികൾക്ക് വരേണ്ടത്. പുതിയതുണ്ടാക്കിയെങ്കിലും അത് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ്, ആർക്കും കൊടുക്കുന്നില്ല എന്നാണ് ഈ നാട്ടുകാരും കുട്ടികളും പറയുന്നത്. ഈ കാണുന്നതാണ് ഇത് മൂത്രപ്പുരയും കക്കൂസും. പക്ഷേ ഇതിന്റെ അവസ്ഥയാണ്. അതിന്റെ താഴ്ഭാഗത്തേക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഈ അടുത്തൊന്നും തുറന്നു കൊടുത്തിട്ടില്ല കുട്ടികൾക്കായി എന്നുള്ളത് വ്യക്തമാണ്. സ്കൂളിന്റെ ഉള്ളിലെ കുഴൽക്കിണറാണ് ഈ കാണുന്നത്. കുടിവെള്ളത്തിനും പാത്രം കഴുകാനും ഒക്കെ ഈ കുഴൽക്കിണറാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടാങ്കും അതിന്റെ പൈപ്പും സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. नहीं अरे सर को बोला 3 नल टूट गया थे, अब खोल लिया है सब सर। बंद कर दिया? हाँ हमेशा किया, कहा कि नहीं खुलेगा अब। फिर पढ़ाता है भी नहीं। पढ़ाता नहीं? 1-1.5 घंटा बस, 8 घंटा में 1-1.5 घंटा। 8 മണിക്കൂറിൽ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിപ്പിക്കുള്ളൂ എന്നാണ് ഈ കുഞ്ഞ് പറയുന്നത്. खाना अच्छा मिलता है? खाना अच्छा भी नहीं मिलता है। नहीं खराब मिलता है। मतलब भात कच्चा रहता है, कभी सीखता नहीं है, पूरा कलर रह जाता है, बढ़िया नहीं बनाता है। हाँ, और फिर दाल बनाता है का दिन तो चोखा बनाता है तो चोखा नहीं देता है कमर से। ആവശ്യത്തിന് ഭക്ഷണവും ഭക്ഷണവും കാര്യവും ബുദ്ധിമുട്ടാണെന്നാണ് ഈ കുഞ്ഞു പറഞ്ഞത്. നാം ക്യാ ആപ്കാ? प्रिंस कुमार। प्रिंस कुमार। പ്രിൻസ് കുമാർ. हाँ പ്രിൻസ് കുമാറിന്റെ വാചകമാണ് ഈ കേട്ടത്. ഇത് സത്യമാണ്. കുഞ്ഞ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നാണ് ഈ പറഞ്ഞത്. മുഴുവൻ സത്യമാണ്. നമ്മളിവിടെ കാണുന്നതും ഇത് തന്നെയാണ്. ആർക്കോ വേണ്ടി മാസ്റ്റർമാർ വരുന്നു പോകുന്നു എന്നത് മാത്രമാണ് ഈ ഗ്രാമത്തിലെ സ്കൂളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. ഇത് ബോർഡ് ഇല്ല എന്ന് നമുക്ക് കാണാം. നമ്പർ പ്ലേറ്റ് പ്രശ്നമുണ്ട്. നാം ക്യാ ആപ്കാ? करण कुमार, കിത്തനെ സാൽ? 17 साल का। ബിൽക്കുൽ बिल्कुल പക്ക? पक्का। 17 വയസ്സാണ്. പക്ഷേ ലൈസൻസ് मेरा नहीं है, मेरा नहीं है। ലൈസൻസ് ഇല്ല. 17 വയസ്സാണ് സ്കൂട്ടർ കൊണ്ടുപോകുന്നത്. ഇത് ബീഹാറിലെ സ്ഥിരം കാഴ്ചയാണ്. കുച്ച് നഹീ ഹോഗാ? कुछ नहीं, ये पास में जा रहा है, कुछ नहीं, हाईवे नहीं जाता मैं। नहीं, नहीं पकड़ेगा? उधर जाता ही नहीं मैं, उधर नहीं जाता। അടുത്തൊക്കെ പോകുള്ളൂ എന്നാണ് പറയുന്നത്. क्या होना चाहिए? क्या चीज का? डोर का रोड का बारे में विकास नहीं कर रहा है, वो विकास होना चाहिए। और क्या, नली बनाना चाहिए। हम लोग का बहुत प्रॉब्लम होता है। ഇതാണ് ഇത് 17 വയസ്സുള്ള ഒരു പയ്യൻ, 17 അല്ല 10-12 വയസ്സുള്ളവരൊക്കെ ഇങ്ങനെ സ്കൂട്ടറും എടുത്ത് പോകുന്ന കാഴ്ചയുണ്ട്. അതാണ് നമ്പർ പ്ലേറ്റിന്റെ ഒരു ഭാഗമില്ല. ഇത് അത്ഭുതമുള്ള അപൂർവമായ ഒരു കാഴ്ചയൊന്നുമില്ല. സ്ഥിരം കാണുന്ന കാഴ്ച തന്നെയാണ് ഇതുപോലുള്ളത്. ഇവിടെ പല വീടുകളുടെയും മുകളിൽ RJDയുടെ കൊടി കാണാം. ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് ആ കൊടിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഒരു RJD കൂടുതൽ ശക്തമായ കേന്ദ്രമാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ ഒരു വീട്ടിലും കക്കൂസില്ല എന്നുള്ളതാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു നെൽപ്പാടം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് രാവിലെയും വൈകുന്നേരം ആവുമ്പോൾ സ്ത്രീകളും പെൺകുട്ടികളും പോകുന്നത് വെളിക്കിറങ്ങാൻ എന്നാണ് പറയുന്നത്. ശൗചാലയ नहीं है शौचालय।
कहाँ जाता है खेती? हाँ खेती में, और कहाँ जाएंगे? शौचालय नहीं है तो खेते में नहीं जाएंगे। तो शाम- आप क्या बोले? हाँ शाम सुबह कभी भी सरकार कुछ देवे नहीं करते हैं, पेट खराब हो गई तो क्या करें तब क्या करेंगे? वैसे ही दिन में? हाँ सब हालात क्या है? कुछ व्यवस्था नहीं है? ना व्यवस्था तो सर हम घर उठा लिए हैं अपना दम भर, लेकिन यही गरीब लोग हैं। गरीब है ना, 10 कट्ठा 5 कट्ठा खेत है, और क्या गरीब तो है ही है, कमाते हैं खाते हैं। 3 बार नोटिस आया, पोखर नहीं सुखाया, बोला कि 10 दिन के बाद सुखाते हैं, 15 दिन के बाद सुखाते हैं, कभी वो सुखाया नहीं, सूखा नहीं देता। मतलब पानी खत्म नहीं किया उससे। हाँ, क्यों? हाँ? उसमें बोला कि मछली पड़ा हुआ है, इस कारण से वो नहीं बना। उसके बाद नहीं बना, उसके बाद अभी तक जो है कि अभी भी बोलता है कि उसमें मछली है, हम अभी नहीं सुखाएंगे, अगले साल सुखाएंगे। इस कारण से वो रोड नहीं बना। बाकी आप लोग मीडिया जो जाते हैं सिर्फ ये देखते हैं कि रोड यहाँ नहीं बना है, गांव में रोड नहीं आया, सूखा नहीं। हाँ वो तो मैं बोल रहा हूँ कि वो सूखा नहीं। रीजन यही है कि अगर जो सुखा देता तो जो रोड मेरा बाछा से आया हुआ है वो भी रोड मेरा यहाँ मिला देता। ഏതായാലും ഇത്തവണ സർക്കാർ മാറിയേ തീരൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അഭിപ്രായം. തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്നാണ് ഈ ഗ്രാമം ഒന്നടങ്കം പറയുകയും ചെയ്യുന്നത്. കുടിയാടി ഗ്രാമത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ ബിഹാർ.